Hi friends, Assalamu alaikum. This is a mirror glaze cake recipe. It is easy and perfect mirror glaze. Everyone this recipe try it. This is sponge cake. I have tasty sponge cake. വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ഓവനിലാണ് ചെയ്തിട്ടുള്ളത്. ഓവൻ ഇല്ലാതെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഹംലൂസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ പുതിയതായിട്ട് ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് 8 ഇഞ്ചിന്റെ ഒരു ടിന്ന് കുറച്ച് ഓയിൽ ഒക്കെ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ 4 മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇതേപോലെ ഓരോ സ്പൂൺ വീതം ഒരു സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് ഒരു മീഡിയം സ്പീഡിൽ ബീറ്റ് ചെയ്തിട്ട് പഞ്ചസാര എല്ലാം ചേർത്ത് കഴിയുമ്പോൾ ഹൈ സ്പീഡിലേക്ക് മാറ്റാം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളുടെ പഞ്ചസാര വലിയ തരിയുള്ള പഞ്ചസാര ആണെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ചെറിയ തരിയുള്ള പഞ്ചസാരയാണ്, പെട്ടെന്ന് തന്നെ അങ്ങ് മിക്സ് ആയി കിട്ടും. പിന്നെ ഒരുപാട് മധുരം കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഹൈ സ്പീഡിൽ ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. മുട്ടയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ചുരണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ള ഭാഗം വീഴാതെ വേണം ഇത് ചുരണ്ടി എടുക്കാനായിട്ട്, അല്ലെങ്കിൽ കയ്പുണ്ടാവും. അപ്പോൾ അത് 1 ടീസ്പൂണാണ് ഓറഞ്ച് സെസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു കേക്കിന്. അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ലെമൺ സെസ്റ്റ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ സ്പീഡിൽ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ വിസ്കോ അല്ലെങ്കിൽ സ്പാച്ചില വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ട ബീറ്റ് ചെയ്തതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒരു 2-3 സ്പൂൺ എടുത്തിട്ട് ആ മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറിലേക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഈ മുട്ടയുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ തന്നെ മിക്സ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ബട്ടറിന് പകരമായിട്ട് നിങ്ങൾക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ട ബീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ എടുത്തിട്ടുള്ളത് 250 ml കപ്പിലാണ് 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുള്ളത്. ഒരു അരിപ്പയിലൂടെ വേണം ഇത് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം, ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറേശ്ശെ ആയിട്ട് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ആദ്യം ഒരു കുറച്ച് മാത്രം ഒന്ന് അരിച്ച് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. പതുക്കെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ മുട്ട ബീറ്റ് ചെയ്തതൊക്കെ താഴ്ന്നു പോയിട്ട് കേക്ക് സോഫ്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഞാനിത് സ്പീഡ് കൂട്ടിയിട്ട് കാണിക്കുന്നതാണ്. പതുക്കെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബീറ്ററിൽ തന്നെ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ലോ സ്പീഡിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. നമ്മൾ മൈദ വെച്ചിട്ട് ചെയ്യുന്ന കേക്ക് പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടാണ് ഈ കേക്കും കിട്ടുന്നത്. അപ്പോൾ മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് മാവ് യൂസ് ചെയ്യാം, അതിൻ്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂണോളം പാല് ഇതേപോലെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. മുട്ടയുടെ വലിപ്പം അനുസരിച്ചിട്ട് ചിലപ്പോൾ പാലിൻ്റെ അളവിൽ വ്യത്യാസം വരാം. അപ്പം നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ മൊത്തത്തിൽ ഒരു 4 ടേബിൾ സ്പൂൺ പാല് ചേർത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറുള്ള പാല് തന്നെ എടുക്കണം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് ഓവനിലാണ് ചെയ്യുന്നത്. ഓവൻ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഒരു സ്ക്യൂവറോ അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ടോ ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കണം. അപ്പോൾ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് അങ്ങ് പുറത്ത് പോകും. അല്ലെങ്കിൽ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി 180 ഡിഗ്രിയിൽ ഒരു 45 മിനിറ്റാണ് ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ കേക്കിലേക്കുള്ള ഷുഗർ സിറപ്പിനായിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കാം. നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കിയിട്ട് തണുപ്പിച്ചിട്ട് വേണം ഇത് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വാനില എസൻസ് കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മാത്രം മതി, ഒരുപാടൊന്നും വേണ്ട. ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും കേക്കിലേക്ക്. പഞ്ചസാര മെൽറ്റായി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വയ്ക്കാം. ഇപ്പോൾ കേക്ക് 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ സ്ക്യൂവറിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇതിനി തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഓവൻ ഇല്ലാതെ ചെയ്താലും 45 മിനിറ്റ് ഒക്കെ വേണ്ടി വരും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഓവൻ ഇല്ലാതെ ചെയ്തെടുത്താൽ മതി. തണുത്ത് കഴിയുമ്പോൾ ഇത് ഒരു 3ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ മൈദ വെച്ചിട്ട് ചെയ്യുന്ന കേക്ക് പോലെ തന്നെ സോഫ്റ്റായിട്ടാണ് ഈ ഒരു കേക്ക് ഉള്ളത്. കേക്ക് ഞാൻ 3ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊക്കെ ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുത്തിട്ട് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഇതിൽ കാണിക്കുന്നില്ല. ഞാൻ ഇതിനു മുമ്പ് കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട് വിപ്പിംഗ് ക്രീമിൻ്റെ, അപ്പോൾ കണ്ടു നോക്കിയാൽ മതി. നന്നായിട്ട് തന്നെ ഷുഗർ സിറപ്പ് ഒന്ന് നനച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഈ ലെയറിലെല്ലാം നല്ലപോലെ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്യണമെങ്കിൽ 1/4 കപ്പ് 1.5 കപ്പോളം വിപ്പിംഗ് ക്രീം വേണമെങ്കിൽ എടുക്കണം. എനിക്കിപ്പോൾ ഞാനിവിടെ കുറച്ച് മാത്രമേ ക്രീം ഇതിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നുള്ളൂ. ഒരുപാട് ക്രീം വേണ്ടാത്തത് കൊണ്ടാണ്. കുറച്ച് ചെറിയ ഒന്ന് അതിൻ്റെ ലെയറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഇപ്പോൾ ക്രഷൊക്കെ ഫ്രൂട്ട്സിൻ്റെ ക്രഷൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നട്ട്സ് ചേർത്ത് കൊടുക്കാം. ചോക്ലേറ്റ് ചിപ്സോ ചോക്ലേറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ലെയറിലൊക്കെ ചേർത്ത് കൊടുക്കാം. എല്ലാ ലെയറിലും ഇതേപോലെ വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രിഡ്ജിലേക്ക് ഒരു 10-15 മിനിറ്റ് വെക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇതിൻ്റെ മുകളിൽ ഒന്ന് നല്ലപോലെ ഐസിങ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് ഫിനിഷിങ്ങിൽ ഇതൊരു കേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ക്രം കോട്ട് ചെയ്തിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിനി ഫ്രിഡ്ജിലേക്ക് ഒരു 10-15 മിനിറ്റ് വെച്ചിട്ട് എടുക്കാം. ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്തിരിപ്പുണ്ട് കേക്ക്. ഇനി ഇതിൻ്റെ പുറമേ ഉള്ള ഐസിങ് ചെയ്യാം. അപ്പോൾ പുറമേ ഉള്ള വിപ്പിംഗ് ക്രീം നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്തെങ്കിൽ മാത്രമേ കേക്ക് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടൂ. അപ്പോൾ വിപ്പിംഗ് ക്രീം ഇല്ലാതെ തന്നെ മുട്ട വെച്ചിട്ട് ചെയ്യുന്ന വിപ്പിംഗ് ക്രീമിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അതുപോലെ നെയ്യ് വെച്ചിട്ട് ചെയ്യുന്നതും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാത്തവർക്കായിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കണ്ടു നോക്കിയാൽ മതി. ഈ കേക്ക് ഇതിൻ്റെ മുകളിലായിട്ട് മിറർ ഗ്ലേസ് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 3-4 മണിക്കൂറെങ്കിലും നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അത്രയും സമയമില്ലെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് ഒരു മണിക്കൂറെങ്കിലും വെച്ച് നന്നായിട്ട് ഇതിൻ്റെ മുകളിലുള്ള വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് മാത്രമേ ഇതിൻ്റെ മുകളിലേക്ക് ഗ്ലേസ് ഒഴിച്ചു കൊടുക്കാവൂ. ഇല്ലെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന പാടെ തന്നെ വിപ്പിംഗ് ക്രീമൊക്കെ അങ്ങ് മെൽറ്റായിട്ട് എല്ലാം അങ്ങ് സ്പ്രെഡായി പോകും. അപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ട് മാത്രമേ ഇതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാവൂ. അപ്പോൾ ഇതിനി ഫ്രിഡ്ജിൽ വെക്കാം. ഇനി ഇതിലേക്ക് മിറർ ഗ്ലേസ് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ 150 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. വെയിറ്റ് നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളടുത്ത് വെയിറ്റിൻ്റെ ആ ഒരു മെഷീൻ ഇല്ലെങ്കിൽ അത് നമ്മൾ വാങ്ങിക്കുമ്പോൾ അത് കറക്റ്റ് ഒരു കണക്ക് നോക്കിയിട്ട് വേണം 150 ഗ്രാം എടുക്കാനായിട്ട്. ഞാൻ ഇതേപോലുള്ളൊരു
സ്കെയിലാണ് ഇത് മെഷർ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ 1/2 കപ്പ് വെള്ളവും 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും 3/4 കപ്പ് പഞ്ചസാരയും കുറച്ച് കോൺ സിറപ്പ് കൂടി എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ ജലാറ്റിൻ എടുത്തിട്ടുണ്ട്. ഈ ജലാറ്റിൻ ഒന്ന് കുതിരാനായിട്ട് വെക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി. അത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1/2 കപ്പ് വെള്ളത്തിൽ നിന്നാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് അലിഞ്ഞു വരാൻ വേണ്ടിയിട്ട് വെക്കാം. പഞ്ചസാര 3/4 കപ്പ് പഞ്ചസാരയാണ്. അതൊരു പാനിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ബാക്കിയുള്ള വെള്ളവും ചേർത്തിട്ട് ഇതിലേക്ക് ഇനി കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, ഇതല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടിയാൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ആ ജലാറ്റിൻ ചേർത്ത് കൊടുക്കാം. ഈ ചൂടോടെ തന്നെ ഇതൊന്ന് മെൽറ്റായി കിട്ടും. അപ്പോൾ അതെല്ലാം നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺ സിറപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ കിട്ടും. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ചോപ്പ് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു ചൂടിൽ തന്നെ ഇതങ്ങ് മെൽറ്റായി കിട്ടും. ഇതേപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ മിറർ ഗ്ലേസിൻ്റെ ആ ഒരു ഗ്ലേസ് ഒഴിക്കുമ്പോൾ നന്നായിട്ട് കിട്ടില്ല, കരടുണ്ടാവും. ഇതിനെ ഒന്ന് തണുത്ത് വരാനായിട്ട് വെക്കാം. ഒരുപാടങ്ങ് തണുത്തിട്ട് അങ്ങ് സെറ്റായിട്ട് പോവണ്ട. കുറച്ചൊന്ന് ഒരു കൈ തൊട്ട് നോക്കുമ്പോൾ ഒരു ചൂടുണ്ടെന്ന് മാത്രം വേണം. ഒരുപാട് ചൂട് കൂടി പോകാനും പാടില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മൾ കേക്കിലേക്ക് ഒഴിക്കുമ്പോൾ ക്രീമൊക്കെ അങ്ങ് മെൽറ്റായി പോവും. അപ്പോൾ ഇത് അത്യാവശ്യം തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബ്ലൂ കളറാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ചെറിയൊരു ബൗളിലേക്ക് കുറച്ചൊന്ന് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഡാർക്കായിട്ട് ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ടില്ല ചെറിയ ബൗളിലുള്ളത്. കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്തിട്ടുള്ള കേക്കാണ് ഇത്. ഇതേപോലെ ഒരു ട്രേ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബൗൾ വെച്ച് കൊടുത്തിട്ടാണ് ഈ ഒരു കേക്ക് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നത്. കേക്ക് നന്നായിട്ട് തണുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കിയതെല്ലാം ശരിയാവാതെ പോവും, നന്നായിട്ട് കിട്ടില്ല. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഗ്ലേസ് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ എല്ലായിടത്തും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1 kg കേക്കാണ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് മിറർ ഗ്ലേസ് അധികവും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1.5 കിലോഗ്രാമിൻ്റെ കേക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ മുകളിലായിട്ട് ആ ബ്ലൂ കളർ ഡാർക്ക് ബ്ലൂ ആയിട്ട് എടുത്തിട്ടുള്ളത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ലൊരു ഗ്ലേസ് ആയിട്ടാണ് ഉള്ളത്. കുറച്ച് ഒരു 2-3 മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ ഇതങ്ങ് സെറ്റായി കിട്ടും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ടുള്ള ആ ബ്ലൂ കളർ കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 2-3 കളറൊക്കെ മിക്സ് ആക്കിയിട്ട് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു കേക്ക് ബോർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഫ്ലവർ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്രഷ് ഫ്ലവറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അടിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ടൊന്ന് ചുറ്റിയിട്ടൊക്കെ വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ വെറുതെയാണ് വെച്ച് കൊടുത്തിട്ട്. അപ്പോൾ ഈ കേക്ക് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിക്കുന്നില്ല, ഇത് എനിക്കൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ രീതിയിൽ തന്നെ മെഷർമെൻ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ഗ്ലേസ് കിട്ടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. താങ്ക്